moneybox. Be financially disciplined. Hi friends, globally വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്ട്, ഇന്നത്തെ കറണ്ട് ഹോട്ട് ടോപ്പിക് GameStop കോൺട്രവേഴ്സി അല്ലെങ്കിൽ GameStop ഷോർട്ട് സ്ക്യൂസ്. എന്താണിത്? നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇത് US സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ 10 ദിവസം നടന്ന എക്കാലത്തെയും സ്റ്റോക്ക് മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് വേഴ്സസ് സ്മോൾ ട്രേഡേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് തമ്മിലുള്ള ഒരു ട്രേഡിംഗ് യുദ്ധം. എന്നാൽ ഇതിൽ ആര് വിജയിച്ചു? ഇതൊരു വലിയ ചോദ്യമാണ്. അതും നമുക്ക് നോക്കാം. GameStop കോർപ്പറേഷൻ എന്നാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഏതാണ്ട് 1984 സ്ഥാപിതമായ GameStop കോർപ്പറേഷൻ, അത് യുഎസിലെ ഒരു ഇലക്ട്രോണിക്സ് റീറ്റെയിൽ മേജറാണ്. സെല്ലിംഗ് വീഡിയോ ഗെയിംസ്, കൺസോൾസ്, അതിന്റെ ആക്സസറീസ്. ഈ കമ്പനിക്ക് നോർമൽ റീറ്റെയിൽ ബ്രിക്ക് ആൻഡ് മോട്ടോർ സ്റ്റോഴ്സ് ആണുള്ളത്. ഇവര് ഓൺലൈൻ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ട്രേഡിംഗിലേക്ക് ഫോറേ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് ഈ കമ്പനിയുടെ ഒരു ബിഗ് സെറ്റ്ബാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2020 കോവിഡ് പാൻഡമിക് ഒക്കെ വന്നപ്പോൾ, ടോട്ടൽ ഒരു ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ റീറ്റെയിൽ ഷോപ്പിലേക്കുള്ള ഫുട്ഫോൾസ് ഒക്കെ വളരെയധികം കുറയുകയും അവരുടെ സെയിൽസിലൊക്കെ ഒരു ഭയങ്കര ഡ്രോപ്പ് വരികയും ആ കമ്പനി ലിറ്ററലി ഹെവി ലോസിലേക്ക് പോവുകയും ചെയ്തു. നമുക്ക് ഇതിന്റെ ഫൈനാൻഷ്യൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2020 ജനുവരി എൻഡ് ചെയ്ത ആ ക്വാർട്ടറിലെ ഏതാണ്ട് $21 മില്യൺ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം റിപ്പോർട്ട് ചെയ്ത കമ്പനി. അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 3 ക്വാർട്ടറിൽ ഹെവി ലോസും ബുക്ക് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ്, അത് റീറ്റെയിൽ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ്, ഏർണിംഗ്സ് ഒക്കെ വാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കമ്പനി വീണ്ടും ഫർദർ ഹ്യൂജ് ലോസിലേക്ക് പോകുമെന്നും അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഷെയർ പ്രൈസിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു നൽകിയിരുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്കിന്റെ പ്രൈസിൽ ഹ്യൂജ് വോളറ്റാലിറ്റി ആണ് വിറ്റ്നസ് ചെയ്തത്. ഇതിന്റെ ഏറ്റവും ലോവർ പ്രൈസ് കഴിഞ്ഞ വർഷം വന്നത് $2.50 പെർ ഡോളർ പെർ ഷെയർ പ്രൈസ് വരെ താന്നു വരികയും അതിനുശേഷം ഈ കഴിഞ്ഞ 10 ദിവസം, ഈ 2021 ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് $481 പെർ ഷെയർ ആയിട്ട് കുതിച്ചുയരുകയും അല്ലെങ്കിൽ അവിടം വരെ അത് റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയും ഉണ്ടായി. ഒരു ലിസ്റ്റഡ് കമ്പനി, വളരെ പഴയ ഒരു അല്ലെങ്കിൽ ഓൾഡ് കമ്പനി, തീർച്ചയായിട്ടും $2.50 ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ലോവർ പ്രൈസിൽ നിന്ന് ഒരു ബൈങ് ഒക്കെ വരും. ഏതാണ്ട് ഒരു $15-20 ഈ കഴിഞ്ഞ ഈ ജനുവരി 2nd വീക്ക് വരെയും ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കമ്പനിയുടെ ഒരു സ്റ്റോക്ക് സ്നാപ്ഷോട്ട് ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ഏതാണ്ട് $325 പെർ ഷെയറിനാണ് ഡോളർ. അത് 2.47 വരെ 52 വീക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം താഴെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെയാണ് അത് ഏറ്റവും ഹൈ $483 പെർ ഷെയർ വരെ മൂവ് ചെയ്തു. ഈ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. 19,000% മേളിലാണ് ആ ഒരു ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അനലിസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും ഇൻഡെപ്ത് സ്റ്റഡി നടത്തും. അവരുടെ അനാലിസിസ് ഒന്നും തെറ്റായിരുന്നു എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇതൊരു പ്യുവർ ബ്രിക്ക് ആൻഡ് മോട്ടോർ റീറ്റെയിൽ സ്റ്റോറുകളായിരുന്നു. ഓൺലൈനിലേക്ക് ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇന്നെല്ലാം ഡിജിറ്റൽ ആണ്, എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് ഹെഡ് ഫണ്ട്സ് ഒക്കെ അവരൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയും അല്ലെങ്കിൽ അവരുടെ അനലിസ്റ്റുകൾ ഇതിനൊരു നെഗറ്റീവ് ഒരു ഫ്ലാഗ് നൽകുകയും ഇത് സ്റ്റോക്ക് വീണ്ടും $20 നിന്നും $30 നിന്നും $40 നിന്നും ഒക്കെ കൂപ്പുകുത്തി വീണ്ടും 2.5 അല്ലെങ്കിൽ $5 വരുമെന്നുമുള്ള ഒരു നെഗറ്റീവ് ഒരു ഫ്ലാഗ് കൊടുക്കുകയും എല്ലാ ഫിനാൻഷ്യൽ ന്യൂസ് മീഡിയയിലും ഒക്കെ അത് വരികയും ചെയ്തു. അതോടൊപ്പം ഈ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹെഡ്ജ് ഫണ്ടുകളൊക്കെ തന്നെ ഹ്യൂജ് ഷോർട്ട് പൊസിഷൻ ആ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തു. ഈ ഷോർട്ട് പൊസിഷൻ എന്നാൽ അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് എന്നാൽ നമ്മളുടെ കയ്യിൽ ഹോൾഡിംഗ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾക്ക് സ്റ്റോക്ക്, നമ്മളുടെ ആ ഒരു അണ്ടർലൈൻ ആ പർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ചുള്ള സെന്റിമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ വാല്യുവേഷൻ അല്ലൊക്കെ മോശമാണ് എങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. താഴെ വരുമ്പോൾ അത് തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും പ്രോഫിറ്റ് ആണ്. സോ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്രകാരം ഈ ഏതാനും യുഎസിലെ ഹ്യൂജ് ഹെഡ്ജ് ഫണ്ടുകളൊക്കെ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഹ്യൂജ് ഷോർട്ട് സെൽ
നടത്തുകയും അല്ലെങ്കിൽ സെല്ലിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുകയും ചെയ്തു. സോ എങ്ങനെയാണ് ഈ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നത് എന്നുകൂടി നോക്കാം. US മാർക്കറ്റിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഇല്ല, ഫ്യൂച്ചേഴ്സ് സ്റ്റോക്കിൽ ഇല്ല. അതേസമയത്ത് ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്ട് 138ഓളം ലാർജ് കമ്പനീസ് അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്ത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ആ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ US ഇതുപോലെ സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഇല്ല. എന്നാൽ സിംഗിൾ സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ ബൈ ചെയ്യാം. എന്നാൽ ഇവിടെ സംഭവിച്ചത് ആ ഒരു അണ്ടർലൈങ് സ്റ്റോക്കിൽ തന്നെ ക്യാഷ് സെഗ്മെന്റിൽ തന്നെ ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അഥവാ നമ്മുടെ കയ്യിൽ ഷെയറുകൾ ഇല്ല എങ്കിലും അത് നമുക്ക് ബോറോ ചെയ്യാം. നമ്മളുടെ ഒരു ടാർഗറ്റ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് താഴെ വരും എന്നാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. പക്ഷേ ഇതിന്റെ സെറ്റിൽമെന്റ് ഉണ്ട്, ഡെലിവറിക്ക് നമ്മൾ ഷെയർസ് കൊടുത്തേ പറ്റുള്ളൂ. ഇത് നമ്മൾ ഈ പറഞ്ഞ സെല്ലേഴ്സ് സ്റ്റോക്ക് ബോറോ ചെയ്യാറുണ്ട്. ഈ ബോറോയിങ്ങും ലെൻഡിങ്ങും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും അതാത് ബ്രോക്കേഴ്സ് ആണ്. US ലാർജ് ബ്രോക്കേഴ്സ് ആണ്, ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ അമേരി ട്രേഡ്, റോബിൻഹുഡ്, ചാൾസ് ഷോപ്പ്, ഇവരൊക്കെയാണ് ഈ ഒരു സർവീസും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്റ്റോക്കിൽ ഹോൾഡിംഗ്സ് ഉള്ളവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് സ്റ്റോക്ക് ബോറോ ചെയ്യുകയും ഈ സെല്ലേഴ്സ് നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉള്ളവർ തന്നെ അണ്ടർലൈൻ സ്റ്റോക്ക് സെല്ല് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഈ ഹെഡ്ജ് ഫണ്ട്സ് ഒക്കെ ഹ്യൂജ് ഷോർട്ട് പൊസിഷൻ എടുക്കുകയും അവര് ഇതുപോലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ കാലം എത്രയും സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ലാത്ത എന്നാൽ ഇന്ന് വളരെ കോമൺ ആയി നമ്മൾക്ക് കേൾക്കുന്ന ഒരു ക്രൗഡ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ക്രൗഡ് ട്രേഡിംഗ് നടക്കുകയുണ്ടായി. നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു പോർട്ടലാണ് reddit.com. അതിൽ തന്നെ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഏതാണ്ട് 6-7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതിൽ തന്നെ ഉണ്ട്. സോ ഇങ്ങനെ ഈ ഹെഡ്ജ് ഫണ്ട്സ് ഒക്കെ നെഗറ്റീവ് ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ഫ്ലാഗിങ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ കൊടുത്തപ്പോൾ എങ്ങനെയോ ആരോ ഒരു ഓപ്പൺ ഔട്ട്ക്രൈ നടത്തി. എന്തുകൊണ്ട് ഈ ഹെഡ്ജ് ഫണ്ട്സിനെ നമ്മൾക്കൊന്ന് ബീറ്റ് ചെയ്ത് കൂടാ? നമ്മൾക്ക് അവർ ഷോർട്ട് ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്യാം. നമ്മളുടെ ഉള്ള പൈസ വെച്ച് $500 ആയിക്കോട്ടെ, $1000 ആയിക്കോട്ടെ, നിങ്ങൾ ബൈ ചെയ്യൂ, നമുക്ക് നോക്കാം, ഒരു പിടി പിടിച്ചു നോക്കാം എന്നുള്ള ഒരു രീതിയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റർ കാറ്റഗറി മുഴുവൻ, ആ റീറ്റെയിൽ കാറ്റഗറി മുഴുവൻ ആ വിളി ഏറ്റെടുക്കുകയും അതിനെ എലോൺ മസ്ക് പോലുള്ള ടെസ്ലയുടെ ഫൗണ്ടർ പോലുള്ളവർ ബാക്ക് ചെയ്യുകയും ചെയ്തു. സോ അങ്ങനെ ഒരു ഹ്യൂജ് ക്രൗഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആ സ്റ്റോക്കിലേക്ക് വരികയും ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഹെഡ്ജ് ഫണ്ട്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന്റെ ഷെയർ പ്രൈസ് ഭയങ്കരമായിട്ട് റാലി ചെയ്യുകയും ചെയ്തു. റെഡിറ്റിന്റെ ഈ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി ടാബാണ് വാൾ സ്ട്രീറ്റ് ബെറ്റ്സ്. സോ ഇങ്ങനെ ഒരു ഹ്യൂജ് ബൈങ് അവിടെ വന്നപ്പോൾ ഈ ഹെവി സെല്ലിംഗ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുത്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഹെവി ലോസ് ഉണ്ടാവുകയും അവർക്ക് പിന്നീട് മാർജിൻ ഫണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ഹെവി ലോസ് അവർക്ക് ബുക്ക് ചെയ്യേണ്ടി വരികയും ചെയ്ത ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ 10 ദിവസം നമ്മൾ മാർക്കറ്റിൽ വിറ്റ്നസ് ചെയ്തത്. സോ ഇങ്ങനെ ഒരു ഷോർട്ട് പൊസിഷനൊക്കെ കവർ ചെയ്തപ്പോൾ ആ ഒരു ഹ്യൂജ് ബില്യൺ കണക്കിന് ഏതാണ്ട് $10 ബില്യൺ ടോട്ടൽ ആ ഒരു ലോസ് ഈ 1, 2, 3 ഹെഡ്ജ് ഫണ്ടുകൾ അഥവാ മെൽവിൻ ക്യാപിറ്റൽ, US ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ജ് ഫണ്ട്സ് ആണ്. മെൽവിൻ ക്യാപിറ്റൽ, സിട്രോൺ തുടങ്ങിയവ ഈ ഏതാനും ഹെഡ്ജ് ഫണ്ടുകൾ ബുക്ക് ചെയ്ത് ഏതാണ്ട് $10 ബില്യൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഈ ഒരു അവരുടെ ഷോർട്ട് പൊസിഷൻ എതിനായിട്ട് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്തപ്പോൾ വന്ന ആ ഒരു സ്ക്യൂസ്, ആ ഒരു ലോസ്, ഇതിനാണ് ആ ഒരു ഷോർട്ട് സ്ക്യൂസ് എന്ന് പറയുന്നത്. നോ ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് വലിയ ഒരു വിജയമൊക്കെ കൊയ്തു, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കി എന്നൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട്. ഓർക്കുക, ഈ ഒരു പർട്ടിക്കുലർ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ട്രേഡിങ്ങും ആ ഒരു ഷോർട്ട് സ്ക്യൂസും ഒക്കെ ഒരിക്കലും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല. ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയും ഇതിന്റെ അകത്ത് അപ്ലൈഡ് അല്ലായിരുന്നു. ഇതെങ്ങനെയോ ഒരു സംഭവിച്ച ഒരു വലിയൊരു പ്രതിഭാസമായിരുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 5 ദിവസത്തെ മാത്രം മൂവ്മെന്റ്സ് ആ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ മെജോറിറ്റിയും ഹ്യൂജ് ലൂസേഴ്സ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾ നോക്കുക, ഏതാണ്ട് 25-ാം തീയതി $89-90 ആയിരുന്നു ഒരു ഷെയറിന്റെ പ്രൈസ്. ആ സെയിം ഡേ തന്നെ ഇത് 120 വരെ കയറുകയും ചെയ്തു. എത്ര പെർസെന്റേജ് ആണ് അപ്രീസിയേഷൻ?
ഒരു കാര്യം ഓർക്കണം, ഈ ട്രേഡേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ 89-90 നിൽക്കുമ്പോൾ ഇത് മേളിലോട്ട് കയറിയെങ്കിൽ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെയിലും നടന്നിട്ടുണ്ട്. ഈ ലാർജ് ഫണ്ട് ഹൗസസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഡെയിലി ട്രേഡിംഗിൽ ഏർപ്പെടാറില്ല. അവർ ഹ്യൂജ് പൊസിഷൻ എടുക്കും. അവര് ലോസ് ആണെങ്കിൽ അവരുടെ പെർട്ടിക്കുലർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് റേഞ്ചിനനുസരിച്ച് അവർ കംപ്ലീറ്റ്ലി എക്സിറ്റോ അല്ലെങ്കിൽ പാർഷ്യൽ എക്സിറ്റോ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് സമയം അവർ ഒരിക്കലും ട്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ് അവർക്ക് ഇല്ല. സോ ഈ 90 ലെവൽസിൽ നിന്ന് 120 സെയിം ഡേ തന്നെ 25 ജാനുവരി പോയി. അതിനുശേഷം സെയിം ഡേ തന്നെ ഏതാണ്ട് 95 വരെ താഴെ വരികയും ചെയ്തതായിട്ട് നമുക്ക് ഈ ഗ്രാഫിലൂടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം ഏതാണ്ട് 72-70 ലെവൽ വരെ താഴോട്ട് വന്നു ഈ 25 ജാനുവരി മാത്രം. എന്നാൽ 26 ജാനുവരിയിലും ഏകദേശം ഈ ഒരു ഹ്യൂജ് വോൾട്ടാലിറ്റി വിറ്റ്നസ് ചെയ്ത് ഈ ഒരു റേഞ്ചിൽ തന്നെ. പക്ഷേ 26 ജാനുവരിയിൽ ഏതാണ്ട് 146 ലെവലിൽ ക്ലോസ് ചെയ്തതിനു ശേഷം അത് 27 ജാനുവരി നോക്കുക, $351 കയറിയത്. ഇത് മോർ ദാൻ 100% ആണ് ഇത് ഇൻട്രാ ഡേ മൂവ്മെന്റ്. ഇവിടെയാണ് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിൽ നിന്നും വിഭിന്നമാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതാണ്ട് ഒരു ദിവസം ഒരു സ്റ്റോക്കിന് കയറാവുന്ന ഒരു സർക്യൂട്ട് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. കയറുകയാണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 20% ഉള്ളൂ നോർമലി വരികയുള്ളൂ. ഈവൻ ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണെങ്കിൽ പോലും അതിന് മേളിൽ പോകാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അടുത്ത സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട് 30%. ചെറുകിട സ്റ്റോക്കുകളും അതുപോലെ തന്നെ സ്മോൾ വളരെ ചെറിയ സ്റ്റോക്കുകളും ഒക്കെ ഇൻട്രാഡേ 5%, 10% ഒക്കെ ഉള്ളൂ മൂവ്മെന്റ് അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അതിന് പ്രൈസിനൊക്കെ മൂവ്മെന്റിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വോൾട്ടാലിറ്റി കുറവായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ. അൺഫോർച്ചുനേറ്റ്ലി US മാർക്കറ്റ് വളരെ റെഗുലേറ്റഡ് ആണ് എങ്കിൽ പോലും, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ആണ് എങ്കിൽ പോലും ഈ ഇൻട്രാ ഡേ സർക്യൂട്ട് ലിമിറ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇതൊരു സിസ്റ്റമിക് ഇഷ്യൂ ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. നോക്കുക, 27 ജനുവരിയിൽ 351 പോയതിനു ശേഷം ഇത് അന്ന് തന്നെ 276 വന്നു. എത്ര പെർസെന്റേജ് ഫോളോ ചെയ്ത്. ഇത് ഓരോ പോയിന്റിലും ഒരു ട്രേഡ് നടക്കണമെങ്കിൽ ട്രേഡ് നടന്നിട്ടുള്ളത് തന്നെയാണ്. മില്യൺ കണക്കിന് ഷെയർസ്. ഒരു പർച്ചേസ് നടന്നാലേ ഉള്ളൂ ഒരു സെയിലുണ്ട്, അല്ലെ? ഒരു ബൈക്ക് ഒരു സെല്ലുണ്ട്. സോ ഈ 370 അല്ലെ 350 ലെവലിലും ആരൊക്കെയോ ബൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്നേ ദിവസം തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് 276. സോ ആരാണ് ഈ ഡെയിലി ട്രേഡ് ചെയ്യുന്നത്? ഇതെല്ലാം റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. അവർ തന്നെയാണ് ലോസ് എല്ലാം ബുക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് മെജോറിറ്റി ലോസും അവർ തന്നെ ബുക്ക് ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെ വേണ്ട. ഇങ്ങനെ ട്രേഡിങ്ങിൽ വിജയിക്കാം അല്ലെങ്കിൽ ട്രേഡിംഗ് തന്നെ ഫോക്കസ് ചെയ്യുന്നവർ, ഇതുപോലെ റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്ത് പണം മിന്റ് ചെയ്തു എന്നൊക്കെ പലതും പറയും. നിങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ ഒരു ചെറിയ കമ്പനിയുടെ ഷെയർ പ്രൈസിലുണ്ടായ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂജ് വോൾട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി മൂലം ഗ്ലോബലി തന്നെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായി. ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് സെൻസെക്സ് 7.5% കഴിഞ്ഞ 5-6 ഡേയ്സിനുള്ളിൽ താഴേക്ക് വന്നു. ബാങ്ക് നിഫ്റ്റി അറൌണ്ട് 6% കറക്റ്റ് ചെയ്തു. ഇവിടെ മറ്റൊരു പ്രോബ്ലം കൂടെ ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഇനിയും ഹ്യൂജ് വോൾട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് കൂടെ സംഭവിക്കാൻ കാരണം ഈ ലോസ് ഉണ്ടാക്കിയ ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ഹെഡ്ജ് ഫണ്ട്സ് അവര് ഒരു റീഷഫ്ലിങ്ങോ അല്ലെ റീ അലോക്കേഷനോ ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവരുടെ തന്നെ ഹോൾഡിംഗ്സിലുള്ള മേജർ ബ്ലൂ ചിപ്പ് കമ്പനീസ് ഒക്കെ, അത് ആപ്പിൾ ആവാം, മൈക്രോസോഫ്റ്റ് ആവാം, ഇതുപോലുള്ള ലാർജ് സ്റ്റോക്സിലും ഒരുപക്ഷെ സെല്ലിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് US സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു സെല്ലിംഗ് വന്നാൽ ഗ്ലോബലിയും അത് തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഫെബ്രുവരി 1 ഇന്ത്യൻ ബഡ്ജറ്റ്. തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് വോൾട്ടൈൽ സെഷൻ ആയിരിക്കും ഇനി അടുത്ത ഏതാനും ദിവസങ്ങളിലുള്ളത്. സോ ഡിയർ ഡേ ട്രേഡേഴ്സ്, ഡേ ട്രേഡിംഗ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, പ്രൊവൈഡഡ് നിങ്ങൾക്ക് സഫീഷ്യന്റ് എക്സ്പീരിയൻസും നോളജും ഒന്നും ഇല്ല എങ്കിൽ. സോ ബി വെരി കെയർഫുൾ. കഴിവതും പൊസിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് കൈയും കെട്ടി മിണ്ടാണ്ടിരിക്കുക. സൈഡ് ബെഞ്ചിൽ ഇരുന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യുക. മാർക്കറ്റ് വീണ്ടും സ്റ്റെബിലൈസ് ആവും ഏതാനും ദിവസം അല്ലെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ. ഒരു നല്ല ക്ലാരിറ്റി ഒക്കെ വന്നിട്ട് റീ എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഓർക്കുക, ഈ മാർക്കറ്റ് വോളാറ്റിലിറ്റിയുടെ ഹ്യൂജ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല മ്യൂച്വൽ ഫണ്ടിലെ SIP ഹോൾഡേഴ്സ് തന്നെയാണ്. ഈ വോളറ്റാലിറ്റി ഒക്കെ അവര് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം അവര് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്. വൺസ് അഗെയിൻ, happy investing. Thank you all. Please like, share and subscribe.